ഹായ് ഓൾ, എൻ്റെ പേര് അഖിൽ ദേവ്. മലയാളം പൈത്തൺ ട്യൂട്ടോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഫ്, എലീഫ്, എൽസ്, ലാഡർ വെച്ചിട്ടുള്ള പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഒരു SSLC അല്ലെങ്കിൽ +2 ഒക്കെ മാർക്ക് ലിസ്റ്റ് അതെന്ത് കൺവേർട്ട് ചെയ്യും, ഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അത് പൈത്തൺ പ്രോഗ്രാമിംഗ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കോഡിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു വേരിയബിൾ നെയിം കൊടുക്കുകയാണ്, മാർക്സ് ഈക്വൽ ടു. എഗെയിൻ ഇവിടെ ഇൻപുട്ട് ഫംഗ്ഷൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇൻപുട്ട് ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് യൂസർക്ക് മാർക്ക് അല്ലെങ്കിൽ എൻ്റർ ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എൻ്റർ യുവർ മാർക്സ്. ഓക്കെ, മാർക്സ് എൻ്റർ ചെയ്യാം. ദെൻ ഞാൻ കണ്ടീഷൻസ് റൈറ്റ് ചെയ്യണം. ഈഫ് ഇത് ആദ്യമേ ഇതിൽ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് അതുപോലെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങളത് എന്ത് ചെയ്യാം, ഒരുപാട് തവണ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്കും ബിൽഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താണ് ഒരു മാർക്സ്. ഞാനിപ്പോൾ 80 to 100 ഒരു ഗ്രേഡാണ് ഇടുന്നത്. അപ്പോൾ മാർക്ക് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 80 ആൻഡ് ഓൾസോ എന്താണ് മാർക്സ് ലെസ് ഓർ ഈക്വൽ ടു 100. അതായത് മാർക്സ് 80യോ അല്ലെങ്കിൽ 80 കൂടുതലായിരിക്കണോ, കൂടാതെ എന്താണ് 100ൽ കുറവാണോ. അങ്ങനെയാണെങ്കിൽ എന്താണ് അത് നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. എന്താ പ്രിൻറ്റ് ചെയ്യുന്നത്, ഞാൻ കൊടുക്കുന്നത് അവിടെ ഒരു ഗ്രേഡ് കൊടുക്കുകയാണ്. ഗ്രേഡ് എന്താണ്, ഗ്രേഡ് ഈസ് ഈക്വൽ ടു എങ്കിൽ എ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ A+1 ഒന്നും എടുക്കുന്നില്ല, 1 2 3 4 ഗ്രേഡേ കാണിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും, അതുകൊണ്ടാണ്. ദെൻ എന്താണ് നമുക്കറിയാം, എലീഫ് അല്ലേ. എലീഫ് നമുക്കിനി അടുത്ത കണ്ടീഷൻ കൊടുക്കാം. എന്താണ് മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഞാനൊരു 60 കൊടുക്കുകയാണ്. ആൻഡ് മാർക്സ് ലെസ് ദാൻ 80. അങ്ങനെയാണെങ്കിൽ എന്താണ് നെക്സ്റ്റ് ഗ്രേഡ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഗ്രേഡ് എന്താണ് കൊടുക്കുന്നത്, ഞാൻ B കൊടുത്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് കണ്ടീഷൻ വീണ്ടും എലീഫ് കൊടുക്കാം. മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഞാനൊരു 40 കൊടുക്കാം. ഓക്കെ, ആൻഡ് മാർക്സ് ലെസ് ദാൻ 60 ആണെങ്കിൽ എന്ത് കൊടുക്കാം, പ്രിൻ്റ് ഗ്രേഡ് ഈസ് ഈക്വൽ ടു ഗ്രേഡ് എന്താണ് കൊടുക്കുന്നത്, ഞാൻ C എന്ന് കൊടുക്കാം. ഇനി എലീഫ് അടുത്ത കണ്ടീഷൻ കൊടുക്കുകയാണ്. മാർക്സ് എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ലെസ് ദാൻ 40. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രിൻ്റ് എന്താണ് കൊടുക്കുന്നത്, നെക്സ്റ്റ് ഗ്രേഡ്. അപ്പോൾ നമുക്ക് ഗ്രേഡ് ഓക്കെ സോറി, ഇപ്പോൾ 0 to 40 ഞാൻ ജസ്റ്റ് ഗ്രേഡ് എന്താണ് E അല്ലെങ്കിൽ ഓക്കെ നമുക്കൊരു E കൊടുക്കാം. ഫെയിൽഡ് അല്ലെങ്കിൽ E എന്ന് പറഞ്ഞാൽ ഫെയിൽ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് കൊടുക്കുന്നത്. ഓക്കെ, E എന്ന് പറഞ്ഞാൽ ഫെയിൽഡാണ്, അപ്പോൾ അത് ലാസ്റ്റ് ഗ്രേഡാണ്. ഇനി നമുക്ക് എന്താണ്, ഞാൻ എൽസ് കണ്ടീഷൻ കൊടുക്കാം. എൽസ് കണ്ടീഷനിൽ നമുക്കറിയാം ഇനി അല്ലാത്ത പക്ഷം എന്താണെങ്കിലും എന്താണ് പ്രിൻ്റ് ചെയ്തെടുക്കുക, ഞാൻ ഇനി വേറെ ഏത് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇൻവാലിഡ് ഇൻപുട്ട് കൊടുക്കുകയാണ്.
ഓക്കെ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊന്നും ഇല്ലാത്ത ഞാനിപ്പോൾ ഒരാൾ 101 മാർക്ക് കൊടുക്കുകയാണ്, അതുപോലെ -5 ഒക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് അത് ഒരിക്കലും എന്താണ് ഒരു എററായിട്ട് വരാതിരിക്കാൻ, അല്ലെങ്കിൽ എന്താണ് ഇൻവാലിഡ് ഇൻപുട്ട് എന്ന് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അത് ഇതിലല്ലാത്ത എന്ത് കൊടുത്താലും പ്രിൻ്റ് ചെയ്യുക എന്തായിരിക്കും, ഇൻവാലിഡ് ഇൻപുട്ട് ആയിരിക്കും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സിൻടാക്സ് എവിടെയാണ് തെറ്റിയത്? എലീഫ് മാസ് ഗെറ്റ് ദാൻ ഈക്വൽ 0 ആൻഡ് ഓക്കെ, ഇവിടെ എന്ത് കൊടുത്തിട്ടില്ല, മാർക്സ് ഞാൻ കൊടുത്തിട്ടില്ല. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക. എറർ വരുമ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു, എററിന്ന് നമുക്ക് ആ ഹിൻസ് തരും. അപ്പോൾ അവിടെ എന്താണ് പോയി തിരുത്താം. ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് റൺ ചെയ്യാണ്. ഓക്കെ, എൻ്റർ യുവർ മാർക്സ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ എന്താണ് 99 കൊടുത്തു, എൻ്റർ കൊടുത്തു. എന്താണ് 18 അല്ലെങ്കിൽ 80 എന്താണ് 100 ഇടയ്ക്കാണെങ്കിൽ എന്താണ് അത് എ ഗ്രേഡ് ആണ് അല്ലേ, കൃത്യമല്ലേ? ഇനി എന്താണ് നമുക്കൊന്നുകൂടി നോക്കാം. ഞാനൊരു 9 കൊടുക്കുകയാണ്, എന്താണ് ഇ ആണ് അല്ലെങ്കിൽ ഫെയിൽഡ് ആണ്. ഓക്കെ, ഇനി ഇതല്ലാത്ത 101 കൊടുത്തു, ഇതിലില്ലാത്ത ഇൻവാലിഡ് ഇൻപുട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇത് ലോജിക്ക് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഞാൻ ചെയ്തപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് തവണ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മോർ ദാൻ 5 ടൈംസ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ആ കോൺസെപ്റ്റ്സ്, ആ ലോജിക്ക് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അതുവരെ നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതല്ലാത്ത ഇതിപ്പോൾ ഒരു എന്താ പറയുക, ബേസിക് മുതൽ ഇൻ്റർമീഡിയറ്റ് വരെ എടുക്കാവുന്ന പ്രോബ്ലംസ് ഒക്കെയാണ്. ഇതല്ലാതെ അഡ്വാൻസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ലാസ്റ്റ്, അതായത് കംപ്ലീറ്റ് പൈത്തൺ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല അഡ്വാൻസ് ആയിട്ടുള്ള കോഴ്സ് പ്രോബ്ലംസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.